വീണ്ടും ഒരു കർക്കിടക മാസം വന്നെത്തി അല്ലേ? നാലമ്പല ദർശനത്തിൻ്റെയും അതുപോലെ ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെയും പിതൃതർപ്പണത്തിൻ്റെയും അങ്ങനെ എല്ലാം ഉള്ളൊരു കർക്കിടക മാസം കൂടി വന്നു. അത് രാമായണ മാസമായിട്ടാണ് പറയുന്നത്. ഇന്നാണെങ്കിൽ നല്ല മഴയും കൂടെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണത്. അതായത് ശരീരം നമ്മൾ ശുദ്ധമാക്കാൻ ശ്രമിക്കുന്ന ഒരു മാസം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് 30 വെള്ളിയിലും കൂടെ വരുന്ന കർക്കിടക മാസമാണ്, ആരംഭമാണ്. അതുകൊണ്ട് നമ്മൾ പാൽപ്പായസം വെക്കുന്നത് വലിയ നല്ലതാണെന്ന് പറയും. ഞാൻ പാൽപ്പായസമായിട്ടല്ല, അതിൽ സേമിയയും കൂടി ഇട്ടിട്ട് ഒരു പായസം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി നേദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടെ രാമൻ്റെ ദുഷ്കരം നിറഞ്ഞ ജീവിതം രാമൻ എങ്ങനെയാണ് ക്ഷമയോടെ നേരിട്ടത് എന്നുള്ളത് ഈ രാമായണ മാസത്തിൽ എല്ലാവരും ഓർമ്മയോടെ ഓർക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. രാമായണ പാരായണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും എല്ലാം നീക്കി നമുക്ക് ഐശ്വര്യം വീട്ടിൽ തരുന്നതാണ് പറയുക കേട്ടോ. അതുപോലെ വെറുതെയുടെയും ദുഷ്കരങ്ങളുടെയും രോഗങ്ങളുടെയും എല്ലാ പീഡകളും ഇല്ലാതാക്കാനായിട്ട് നമ്മളെ ഈ രാമായണ പാരായണം നമ്മളെ സഹായിക്കും. വലിയ രീതിയിൽ വായിച്ചില്ലെങ്കിൽ പോലും ചെറിയ ബുക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വായിക്കുന്നത് വലിയ നല്ലതാണ് കേട്ടോ. ഈശ്വരചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു മാസം കൂടിയാണിത്. അതുമാത്രമല്ല, ഈ മാസം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിങ്ങമാസം ആരംഭമായി. ആ ചിങ്ങത്തിനെ വരവേൽക്കാനും കൂടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഇത്രത്തോളം കൊണ്ടാടുന്നത്. ശ്രീരാമൻ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പാട് നേരിട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി തന്നെയായിരുന്നു അത് നേരിട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ്, നമുക്ക് ഒരു അനുഭവം കൂടി തരുന്നതാണ്. അപ്പോൾ നമ്മളും എങ്ങനെ ക്ഷമയോടെ പല കാര്യങ്ങളും നേരിടണം എന്നൊക്കെയുള്ള ഒരു ചൂണ്ടിക്കാണിക്കലും കൂടിയാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചിറ്റൂർക്കാവിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മോൻ രാവിലെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ, അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിറ്റൂർ പോകുന്ന വഴി അവിടെ നിന്ന് വീട്ടിലേക്കും പോയി ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, ചിറ്റൂർ വീട്ടിൽ. പിന്നെ അതേ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നത്തെ മഴ കർക്കിടകത്തെ സൂചിപ്പിക്കുന്ന ഒരു സൂചന തന്നെയായിരുന്നു കേട്ടോ. അത് ആ ദിവസം തന്നെ പെയ്തു. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ മഴയത്തുള്ള ഒരു കുളിരോട് കൂടിയിട്ടുള്ള ഒരു അമ്പലത്തിലെ പ്രാർത്ഥന ഭയങ്കര നല്ലതായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ശീബോധി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. പിന്നെ പറന്നിറക്കലും കാര്യങ്ങളും എല്ലാം. നാലമ്പല ദർശനത്തിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്കത് നമ്മൾ പറയുന്നത് പോലെ നടക്കണം എന്നില്ല. നടക്കാൻ പറ്റിയ വലിയ കാര്യം. പോകണമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയെങ്കിലും ദിവസങ്ങളും ലീവുകളും വാവാച്ചിയുടെ ലീവും എല്ലാം കൂടെ നോക്കിയതിന് ശേഷം നമ്മൾ നാലമ്പലത്തിനും കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നേരെ ചിറ്റൂർ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാമായണ മാസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്നും നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുകയാണ്. മാക്സിമം അമ്പലങ്ങളിലും എല്ലായിടത്തും പോയി മനസ്സ് ശുദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.